ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ ഡൽഹിയിൽ BJP മുഖ്യമന്ത്രി ആര് എന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. RSSുമായി അടുപ്പമുള്ള സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നതെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി അതിഷി ഇന്ന് രാവിലെ 11 മണിക്ക് ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കും. ബൽറാം നെടുങ്ങാടി മറ്റ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരും. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള 3-4 പേരുകളുണ്ട്. അതിൽ ഇദ്ദേഹത്തിൻ്റെ പേരിനാണോ മുൻതൂക്കം? ഗുഡ് മോർണിംഗ് SKN. നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP ദേശീയ നേതൃത്വം പല പേരുകൾ ഒരേ സമയം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അത് പല തരത്തിലുള്ള മുൻഗണനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ പല പേരുകൾ പരിഗണിക്കുന്നത്. നിലവിലെ BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ച ഒരു നേതാവാണ്. ഡൽഹിയിൽ നിലവിൽ ലഭിച്ച വിജയത്തിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒപ്പം തന്നെ അണികൾക്ക് വലിയ ഊർജം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. സമരങ്ങൾക്ക് നേതൃത്വം നൽകി അങ്ങനെ ഒട്ടേറെ അഴിമതി അടക്കമുള്ള പ്രചരണം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി വിലയിരുത്തലുണ്ട്. RSS നേതൃത്വവുമായി അടുത്ത ബന്ധവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ നിലവിൽ മത്സരിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേരും സജീവമായി തന്നെ പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു പേര് ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേഷ് വർമ്മയുടേതാണ്. അദ്ദേഹം യുവ നേതാവ്, ഒപ്പം ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ മറ്റൊരു പേര് നിലവിലെ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയുടേതാണ്. ഡൽഹിയിലെ പ്രത്യേകിച്ച് ന്യൂഡൽഹി അടക്കമുള്ള മേഖലകളിലെ വ്യാപാരി വ്യവസായി സമൂഹവുമായി അടുത്ത ബന്ധമുള്ള അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനം കഴിഞ്ഞ 5 വർഷം കാഴ്ചവെച്ചിരുന്നു. പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും BJPയെ ഈ സഭയ്ക്കുള്ളിലും പുറത്തും ഒരു പോരാട്ടത്തിന് സജ്ജമാക്കിയിട്ടുണ്ട് അദ്ദേഹം. ഇതെല്ലാം പരിഗണിക്കുന്നുണ്ട് ദേശീയ നേതൃത്വം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില പേരുകൾ കൂടി അവസാന ഘട്ടത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഡൽഹിയെ സംബന്ധിച്ച് തള്ളിക്കളയാൻ കഴിയില്ല. ഡൽഹിയെ ഒരു നഗര വികസനത്തിന്റെ മാതൃകയായി വളർത്തിക്കൊണ്ടുവരിക എന്ന സ്വപ്നം അല്ലെങ്കിൽ ആ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതിനുതകുന്ന രീതിയിൽ ഒരു നേതാവിനെ കണ്ടെത്തി നിയോഗിക്കുക എന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, BJP ദേശീയ അധ്യക്ഷൻ എന്നിവർ ചേർന്നാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഉടൻ തന്നെ ആ തീരുമാനം ഉണ്ടാകും. ഈ മാസം 15ഓടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മുഖ്യമന്ത്രി അതിഷി ഇന്ന് തൻ്റെ രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് 11 മണിക്കായിരിക്കും അതിഷി രാജി സമർപ്പിക്കുക. ഓക്കെ, താങ്ക് യു.